നുണ പറയാൻ മുഖ്യമന്ത്രിക്ക് യാതൊരു മടിയുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് തെളിയുന്നത്. ഇന്ന് ഈ സോഫ്റ്റ്വെയറിൽ IP ലൈസൻസ് പോലും ദിനേശിനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതൊരു വലിയ അഴിമതി, ഏതാണ്ട് 700 കോടി രൂപയുടെ ഒരു അഴിമതി പ്ലാൻ ചെയ്താണ് സഹകരണ വകുപ്പ് ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കള്ളക്കളി നടത്തിയത്. ഇത് പുറത്തു വന്നേ മതിയാകൂ. ഇത് ഞങ്ങൾ അതിൻ്റെ പോരാട്ടം തുടരും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഇത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇവരുടെ പരിപാടി എന്തായിരുന്നു വെച്ചാൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ കോൺട്രാക്റ്റ് കൊടുക്കുക എന്നുള്ളത്. കൊടുക്കാൻ കഴിയാതെ പോയത് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അപ്പോൾ സഹകരണ വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വാങ്ങി പെട്ടെന്ന് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഏതായാലും അത് നടന്നില്ല. ഏതാണ്ട് 700 കോടി രൂപയുടെ അഴിമതി സഹകരണ വകുപ്പിൽ നടന്നിട്ട് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ധാരാളം അഴിമതികൾ വരുമ്പോൾ പൂച്ച പാല് കുടിക്കുന്ന പോലെ മുഖ്യമന്ത്രി കണ്ണടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ഈ കേസ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് PR കമ്പനികൾ പറയുന്ന രീതിയിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ. ഈ അഴിമതികൾ ജനങ്ങൾ കണ്ണു തുറന്ന് കാത്തിരിക്കാൻ, ഈ അഴിമതികൾ കണ്ടുപിടിക്കാൻ. ഈ ഗവൺമെൻറ് അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സർക്കാരിനെ പുറത്താക്കും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. വയനാട്ടിൽ കോൺഗ്രസ് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്നെ വന്ന് തറക്കല്ലിട്ട് അതിൻ്റെ മറ്റ് നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പ്രോമിസ് ചെയ്ത വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. ഇവിടെ വീടുകൾ പൂർത്തീകരിക്കാതെയാണ് മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ അതുപോലെ ചെയ്യില്ല. എല്ലാം പൂർത്തീകരിച്ച ശേഷം ഉദ്ഘാടനം ചെയ്യും. അതെ, അതിന് അനുമതി കിട്ടാൻ പല കാര്യങ്ങൾക്കുമുള്ള അനുമതി കിട്ടണ്ടേ? ആ അനുമതിക്ക് വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ഈ ചോദിക്കുന്ന, നിങ്ങൾ സർക്കാർ ഈ ദുരന്തം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. സർക്കാർ എപ്പോഴാണ് 1.5 വർഷം കഴിഞ്ഞാൽ ഭൂമി കണ്ടെത്തിയത്? ആദ്യം സർക്കാരിന് വ്യക്തതയില്ലായിരുന്നു. ഭൂമി തരാമെന്നായിരുന്നു എല്ലാവർക്കും പറഞ്ഞത്. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് ഭൂമി ഇല്ല എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ വില കൊടുത്ത് ഭൂമി വാങ്ങിക്കേണ്ടി വന്നു. അവിടെ ഭൂമി തിരക്കി അന്വേഷിച്ച് അവിടെ കെട്ടിട നിർമ്മാണത്തിന് യോജ്യമായ ഭൂമി കണ്ടെത്തുന്നതിന് കാലതാമസം ഉണ്ടായി. സർക്കാർ തന്നെ 1 വർഷം എടുത്തിട്ടാണ് ഭൂമി കണ്ടെത്തിയത്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, അവിടെ ഉണ്ടായ ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കും. അതിനുള്ള നടപടികൾ ഞാൻ പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് വന്ന് കല്ലിട്ടാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? അത് ചെയ്യും. അതൊക്കെ വളരെ നീചമായ പ്രവർത്തനമാണ്. പ്രതിപക്ഷ നേതാവിനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാനും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്നത് അപമാനകരമായൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറേ കൂടി അന്തസ്സ് CPM പാലിക്കും എന്ന് നമ്മൾ കരുതിയതാണ് തെറ്റായിപ്പോയത്. അദ്ദേഹം കൃത്യമായ മറുപടി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞതാണ്. ആരും കുമ്പിട്ടുകയെന്ന് ചെയ്തിട്ടില്ല. കുമ്പിട്ടതൊക്കെ പിണറായി വിജയനാണ്. നരേന്ദ്രമോദിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ് പിണറായി വിജയൻ.
മുഖ്യമന്ത്രി എന്നെല്ലാം പ്രധാനമന്ത്രിയെ കാണുന്നു അന്നെല്ലാം ആമാടപ്പെട്ടിയും ആറന്മുള കണ്ണാടിയും കൊടുത്ത് കൊമ്പിട്ട് നിൽക്കാനാണ് നമ്മൾ കാണുന്നത്. ഈ ആമാടപ്പെട്ടി ആറന്മുള കണ്ണാടിയും നിർത്തിയാൽ മതി പിണറായി വിജയൻ. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഒരു കൺഫ്യൂഷനുമില്ല. ഞങ്ങൾ എല്ലാ നേതാക്കളെയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും വിളിച്ച് മാസങ്ങൾക്ക് മുമ്പ് ചർച്ച നടത്തി ഒരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ ആദ്യത്തെ അജണ്ട ഗവൺമെൻറ് വരിക, ഗവൺമെൻറ് വേണ്ടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യം പാർട്ടി ഹൈക്കമാൻഡ് ആ സമയത്ത് തീരുമാനിക്കും. അത് ഞങ്ങളെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതാ പറഞ്ഞത്, അത്തരം ചർച്ചകൾക്ക് ഒരു പ്രസക്തിയും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒരു മനസ്സോടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പുതിയൊരു ഗവൺമെൻറ് വരാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് സമയം വരുമ്പോൾ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അത് അതെ, തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഞങ്ങളത് ഒരു ആശങ്കയ്ക്കും അവകാശമില്ല. സംസ്ഥാന ഗവൺമെൻറ് അതിന് സബ്സിഡി കൊടുക്കും KSRTCക്ക്. അതിനുള്ള സോഴ്സ് ഓഫ് ഇൻകം ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതിന് ഇവിടുത്തെ ധാരാളിത്വവും അതോടൊപ്പം തന്നെ അനാവശ്യമായ എക്സ്പെൻഡിച്ചറും എല്ലാം നിർത്തി ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനുള്ള നടപടിയെ പറ്റി ഞങ്ങൾ പഠനം നടത്തിയിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇപ്പം KSRTCക്ക് ഇതിനുള്ള ശക്തിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടിയായിരിക്കും അത് നടപ്പാക്കുക.